കൊടുത്തിരുന്നത്. അതായത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ അയാൾക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ശരിക്കും ഒരു വിഷമവും പിന്നെ അതുപോലെ ഒരു നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് ചെയ്തതും ഒക്കെ ഓർത്തിട്ട്. നിങ്ങൾ വളരെ നല്ലൊരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളെ കൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ അയാളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് ലേറ്റായിട്ടും, അതായത് ഇത്രയും വൈകി, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളെ, പക്ഷേ അയാൾ ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾക്ക് നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധത്തിൽ അയാൾ എത്രത്തോളം മോശമായിട്ട് നിങ്ങളോട് പെരുമാറി എന്നൊക്കെ ഇപ്പോഴാണ് അയാൾ അതിനെപ്പറ്റി, അതായത് വൈകിയാണ് അയാൾ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ മൈൻഡിൽ ഓരോ ദിവസവും, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അയാൾക്ക് എല്ലാ ദിവസങ്ങളിലും ആ ഒരു വേദന അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്തതിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അത് വെളിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ അയാളുടെ ലൈഫിൽ വേണമെന്ന് അയാളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് അറിയാം നിങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. നിങ്ങളും ഇയാളുടെ ഈ ഒരു ബിഹേവിയറൊക്കെ കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനും ഒരു പേടിയുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ദുഃഖത്തിലാണ് ഇപ്പോൾ. ശരിക്കും അയാളുടെ മനസ്സിൽ ഇപ്പോൾ എപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചെയ്തതും ഒക്കെ ഓർത്ത് അയാളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലും അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ ബെറ്റർ ആക്കാനും പുതിയൊരു ജീവിതവും, അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഇത്ര നാൾ ഉണ്ടായിരുന്നതൊക്കെ, അതായത് അയാൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടും നിങ്ങൾ ഒരുപാട് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ തിരിച്ചതുപോലെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസിലും നിങ്ങളുടെ പഴയ മെമ്മറീസിലൊക്കെയാണ് ആ ഒരു പേഴ്സൺ ജീവിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ജീവിക്കാൻ അങ്ങനെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് വരാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ കുറച്ചുകൂടെ ബെറ്റർ ലൈഫും അയാളുടെ സ്വപ്നങ്ങളും അതിലോട്ടൊക്കെ പോകാൻ വേണ്ടി അയാൾ കുറേ നോക്കിയിരുന്നു. പക്ഷേ അയാളുടെ മൈൻഡിൽ പഴയ കാര്യങ്ങളൊന്നും അയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആ ഒരു എനർജി നല്ലതുപോലെ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു എനർജീനെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജീനെ അയാളുടെ സോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അയാളുടെ ഉള്ളിലോട്ടും അയാൾക്കും ആ ഒരു നല്ല ഒരു രീതിയിൽ അത് അയാൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി അയാൾ പുതിയ ജീവിതം ഉണ്ടാക്കാൻ നോക്കുമ്പോഴും നിങ്ങളുടെ മെമ്മറീസും നിങ്ങളുടെ എനർജീസും ഇതൊക്കെ തന്നെയാണ് അയാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ട് ഇപ്പോൾ ആ ഒരു രീതിയിലായപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടും അയാൾ ഹീൽ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്ത കുറ്റങ്ങളും ഒക്കെ അയാൾക്ക്